കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നാടകീയ സംഭവങ്ങൾ. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെയുള്ള UDF അംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കമാണ് കാരണം. പെരിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം UDF തിരിച്ചുപിടിച്ച പഞ്ചായത്തിൽ UDF-നും LDF-നും 9 അംഗങ്ങൾ വീതമാണ് ഉള്ളത്. BJP അംഗം കൂടി വിട്ടുനിന്നതോടെ കോറം തികയാതെ തെരഞ്ഞെടുപ്പ് മാറ്റിയിരിക്കുന്നു. കോൺഗ്രസ് BJP ധാരണയെന്നാണ് CPM-ന്റെ ആരോപണം. ഇന്ന് നടക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് UDF-ലെ അധികാര തർക്കത്തിന്റെ ഭാഗമായി അതിന് സഹായകരമായിട്ടുള്ള നിലപാടാണ് ഈ പഞ്ചായത്തിൽ നിന്ന് 11ാം വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള BJP-യുടെ അംഗവും സ്വീകരിച്ചിട്ടുള്ളത്. LDF-ന് 9, UDF-ന് 9, ഒരു സീറ്റ് BJP-യുമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. LDF-ന്റെ 9 അംഗങ്ങളും രാവിലെ തന്നെ ഇവിടെ എത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടി പഞ്ചായത്ത് ഹാളിൽ ഹാജരായി. BJP-യുടെ അംഗം ഇവിടെ വന്നിട്ട് മുങ്ങുകയാണ് ചെയ്തത്. UDF-ന്റെ 9 ആളുകൾ വരാത്തത് കൊണ്ട് UDF-നെ സഹായിക്കാൻ വേണ്ടി BJP-യുടെ അംഗം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ഇവിടെ നിന്ന് മുങ്ങിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ എല്ലാ കാലത്തും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDF-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഈ പെരിയയിലെ ഭരണം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ വിഷയം കൂടിയല്ലേ? എന്നിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് എത്താതെ ഇവർ മാറി നിൽക്കുന്നത്? ഈ മാറി നിൽക്കുന്നവരുടെ പ്രതികരണം അറിയാനായിട്ടുണ്ടോ? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കല്യോട്ടെ ഇരട്ട കൊലപാതകം ഉണ്ടായ സ്ഥലം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെയും ഈ തവണത്തെയൊക്കെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ഈ കൊലപാതകത്തിന് ശേഷമാണ് LDF-ൽ നിന്നും UDF ഈ പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചുപിടിച്ചത്. ആ ഘട്ടത്തിലൊക്കെ വലിയ രാഷ്ട്രീയ വിജയം, ഈ കൊലപാതകത്തിനെതിരെയുള്ള രാഷ്ട്രീയ മുന്നേറ്റം എന്ന തലത്തിലാണ് UDF അതിനെ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതേ പഞ്ചായത്തിലാണ് ഇപ്പോൾ അതിനാടകീയമായ സംഭവങ്ങൾ, അല്ലെങ്കിൽ UDF കോൺഗ്രസിനകത്തുള്ള ഇത്തരത്തിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായി വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. 19 അംഗങ്ങളാണ് ഇവിടെ ഈ പഞ്ചായത്തിലുള്ളത്. അതിൽ 9 സീറ്റ് LDF-നും 9 സീറ്റ് UDF-നും 1 സീറ്റ് NDA-ക്കുമാണ്. ഈ LDF-ന്റെ 9 അംഗങ്ങളും രാവിലെ കൃത്യസമയത്ത് തന്നെ ഈ വോട്ടെടുപ്പിനായി പഞ്ചായത്തിലെത്തി. പക്ഷേ UDF-ന്റെ അംഗങ്ങൾ എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉഷ N. നായർ മാത്രമാണ് ആ സമയത്ത് ഈ പഞ്ചായത്ത് ഹാളിലേക്ക് എത്തിയത്. അതായത് ഇതിൽ ഉണ്ടായിരുന്ന തർക്കം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് നിലവിലെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള കാർത്യായനി എന്ന അംഗത്തെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചില നേതാക്കൾ ഇടപെട്ട് ഏകപക്ഷീയമായി ആ പേര് മാറ്റി, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തെ അട്ടിമറിച്ചു എന്നതാണ് മറ്റംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ അട്ടിമറിച്ചു കഴിഞ്ഞ ദിവസമാണ് പുതിയ പേര് ഉഷ N. നായർ എന്ന പേരിലേക്ക് ഈ നേതൃത്വം എത്തിയത്. അത് നേരത്തെ ഉണ്ടായ തീരുമാനത്തെ അട്ടിമറിച്ചാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മറ്റംഗങ്ങൾ, കോൺഗ്രസിന്റെ മറ്റംഗങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ CPM ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. BJP-യുടെ അംഗം, അതായത് NDA-യുടെ അംഗം ഇവിടെ രാവിലെ ഇവിടെ എത്തിയിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരുള്ള ഘട്ടത്തിൽ ഈ വോട്ടെടുപ്പിനായി ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഈ NDA-യുടെ അംഗം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 9 LDF-ന്റെ അംഗങ്ങളും 1 BJP-യുടെ അംഗവും കൂടി ചേർന്നാൽ ഈ പഞ്ചായത്തിലെ വോട്ടെടുപ്പ് നടക്കുമായിരുന്നു. അതായത് കോറം തികയുമായിരുന്നു, അങ്ങനെ വോട്ടെടുപ്പ് നടക്കുമായിരുന്നു. NDA-യുടെ അംഗം ഇവിടെ നിന്ന് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോറം തികയാതെ റിട്ടേണിംഗ് ഓഫീസർ അടുത്ത ദിവസത്തേക്ക്, അതായത് അടുത്ത പ്രവൃത്തി ദിവസത്തേക്ക് ഈ പ്രസിഡന്റ് വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ കോൺഗ്രസിലുണ്ടായിരുന്ന തർക്കം അവർ വിട്ടുനിന്നതോടെ വോട്ടെടുപ്പ് നടക്കാതിരിക്കുന്നതിന് വേണ്ടി BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു ധാരണയിലെത്തി, ഒരു കൂട്ടുകെട്ടിലെത്തിയതാണ് എന്ന രാഷ്ട്രീയ ആരോപണം കൂടി CPM ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയൊക്കെ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ച വിജയം കണ്ടില്ല. കാർത്യായനിയെ തന്നെ പ്രസിഡന്റ് ആക്കണം, നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെ നടക്കണം എന്നതാണ് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും ആവശ്യപ്പെടുന്നത്. നേതൃത്വത്തിന്റെ ഭാഗത്ത് ഏകപക്ഷീയമായ ഈ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി പ്രതികരണം ഇതിൽ പുറത്തു വരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഒരു ആരോപണം കൂടി CPM ഇതിൽ ഉന്നയിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.